ഹലോ ഗായ്സ്, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2025 സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഞാൻ ഈ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. ലെങ്തി വീഡിയോസ് ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ആക്കുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കമോൺ ഗായ്സ്, നമുക്ക് വിശേഷങ്ങൾ കാണാം. എല്ലാത്തിലും കയറാം. നമ്മൾ റൈഡിൽ കയറാൻ പോകട്ടോ. നമ്മൾ റൈഡിൽ കയറാൻ ഓൾറെഡി 2 ടിക്കറ്റ് എടുത്തിരുന്നു. ഒരു ടിക്കറ്റിന് 50 ദിർഹംസാണ്. ആ ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെയുള്ള എല്ലാ റൈഡിലും കയറാൻ സാധിക്കും. പക്ഷേ എല്ലാത്തിലും പോയിട്ട് ഒരെണ്ണത്തിൽ കയറാൻ സമയം കിട്ടിയാൽ ഭാഗ്യമെന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഈ ഒരു റൈഡിൽ കയറാൻ ഏകദേശം 3.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണെന്നറിയില്ല, നല്ല ക്രൗഡായിരുന്നു. അതുമല്ല ഓരോ റൈഡിലും നല്ല നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ റൈഡിലും പോയി നോക്കി, അവിടെ ഒടുക്കത്തെ ക്യൂ ആയതുകൊണ്ട് ഓരോന്നോരോന്ന് വേണ്ട പറഞ്ഞ് റിജക്റ്റ് ആക്കി അവസാനം ടിക്കറ്റ് എടുത്ത ക്യാഷ് മുതലാക്കണമല്ലോ എന്ന് വിചാരിച്ച് റോളർ കോസ്റ്റർ റൈഡിൽ കയറാൻ ഫിക്സ് ആക്കി. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ജീവൻ പണയം വെച്ചുള്ള റൈഡിലൊന്നും ഞാൻ കയറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയ്ക്ക് നമ്മളും വിട്ടുകൊടുത്തില്ല. എന്തായാലും കയറിയിട്ടേ ഉള്ള കാര്യം എന്നങ്ങ് തീരുമാനിച്ചു. നിന്ന് മടുത്തട്ടോ, ഇറങ്ങിപ്പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. പിന്നെ എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാൻ വിചാരിച്ചു. അവിടെ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് ടൈം അങ്ങനെ കളഞ്ഞു. അങ്ങനെ അവസാനം നമ്മുടെ ടൈമായിട്ടോ. ദൈവങ്ങളെയും അമ്മയും മനസ്സിൽ വിചാരിച്ചു അങ്ങ് കയറി. പഠിച്ചോനെ കാത്തോളീ എന്ന് പറഞ്ഞു മുറുക്കി അങ്ങ് പിടിച്ചിരുന്നട്ടോ. സംഭവം ഒന്നും പറയാനല്ല, കിടിലനായിരുന്നു. അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞുള്ളൊരു വ്യൂ ഉണ്ട്, ദുബായ് ഫുള്ള് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞൊരു പോക്കുണ്ട് മോനെ, ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു. അമ്മേ എന്ന് വിളിച്ച് ഞാനങ്ങ് മുറുക്കി പിടിച്ചിരുന്നു. നമ്മുടെ അടുത്ത് ആളുകളുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല കേട്ടോ. ആ ഒരു മൂമെൻറ്റിലും നമ്മളും ഭൂമിയും മാത്രം. നമ്മൾ ഭൂമിയിലോട്ട് മുകളിൽ നിന്ന് വീഴുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞൊരു കറക്കിമറിക്കലുണ്ട്. എൻ്റെ പൊന്നോ, പോയ ജീവൻ തിരിച്ചു കിട്ടിയത് അതൊന്ന് സ്ലോ ആയി താഴെ ഇറങ്ങിയപ്പോഴാണ്. ഇനി മേലാൾ ഇതുപോലത്തെ റൈഡ് ഞാൻ കയറില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ റൈഡിൽ കയറാൻ ഇഷ്ടമുള്ളവരാണോ? ഞാൻ എൻ്റെ ഒരു അഡ്വൈസ് പറയാം കേട്ടോ. പേടിയുള്ളവരാണെങ്കിൽ പ്ലീസ് നിങ്ങളിത് ട്രൈ ചെയ്യരുത്. ജീവൻ വെച്ചുള്ള കളിയാട്ടോ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അങ്ങനെ പോയ എൻ്റെ നല്ല ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. ഞങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ആകാണ്ട് അടുത്ത പവലിയൻ വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ പോവാട്ടോ. ഓൾറെഡി നമ്മളവിടെ 3.5 മണിക്കൂർ നമ്മളവിടെ കട്ട പോസ്റ്റായി പോയി. പിന്നെ കൊടുത്ത പൈസ മുതലാക്കണമല്ലോ വിചാരിച്ച് നമ്മളൊന്ന് ട്രൈ ആക്കിയതാണ്. എന്തായാലും റൈഡ് കിടിലനായിരുന്നു.
അങ്ങനെ ഞാൻ ടയേർഡായി അവിടെ ഇരുന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്താട്ടോ ഒരു അറബി ലേഡിയാണെന്ന് തോന്നുന്നു അവിടെ വന്നിട്ട് ബബിൾ ഗണ്ണിൽ ഷൂട്ട് ചെയ്തിട്ടോ. അടിപൊളിയായിരുന്നു. കുറേ ബബിൾസ് ഇങ്ങനെ വന്നു. ഞങ്ങളൊരു നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ ആ കുട്ടീനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് ഒന്നുകൂടി വൺസ് മോർ പറഞ്ഞു. അങ്ങനെ ലേഡി പിന്നെ വന്നിട്ട് നമുക്ക് ബബിൾ ഗണ്ണെടുക്കും. അങ്ങനെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഇന്ത്യക്കാരി ആയതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് ഇന്ത്യയാണ് ലൈക്ക് ആയത്. എല്ലാം കാണാനും കഴിയില്ല, കണ്ടതിൽ വെച്ച് ഇന്ത്യ പോയി. ഓരോ രാജ്യങ്ങളുടെ ട്രഡീഷണൽ ഫുഡ്, ആക്സസറീസ്, ഓർണമെൻറ്റ്സ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, ബാഗ്, ചെരുപ്പ്, ഡ്രസ് മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ഡ്രസ് എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഐറ്റംസ് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ഞാനൊന്നും തന്നെ വാങ്ങിയില്ല കേട്ടോ. നോക്കിയെടുക്കാനുള്ള ടൈമും കിട്ടിയില്ല. ഓൾറെഡി ഞാൻ അവിടെ 3.5 മണിക്കൂറോടെ കട്ട പോസ്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാനൊന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല.
ഈ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോൾ ഞാൻ ഫുള്ള് ടയേർഡായിട്ടോ, ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് റിലാക്സ് ചെയ്തു. ഗൈസ് നമ്മളിവിടെ ഇരിക്കുകയാണ്, ടയേർഡായിട്ടിരിക്കുകയാണ്. വയ്യ, നടക്കാൻ വയ്യ എനിക്ക്. എൻ്റെ ചെരുപ്പ് എനിക്ക് നല്ല പണിയുണ്ട് കേട്ടോ. ഇത് പുതിയ ചെരുപ്പായിരുന്നു, ഒരു ആവേശത്തിൽ അങ്ങ് ഇട്ടതാണ്. സംഭവം ഇത്രയും നടക്കാനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നല്ല പണി കിട്ടി, കാല് നല്ല പെയിനായി. അവസാനം ചെരുപ്പ് ഊരിയിട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഇത്രയും ടയേർഡായി ഞാൻ.
നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോട് ബൈ ബൈ പറയണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. ഞങ്ങളുടെ പ്രാവശ്യത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2025 ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങോട്ട് പോയ ആവേശം തിരിച്ചു വരാനില്ലായിരുന്നു കേട്ടോ. എന്നെ ആരെങ്കിലും എടുത്താൽ മതി എന്നായിപ്പോയി. കാരണം എൻ്റെ ഷീൽസ് എനിക്ക് പണി തന്നെ നല്ല മുട്ടം പണിതണം. അതുകൊണ്ട് തന്നെ ഒരു റെഡി നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ റിക്ഷയിൽ തിരിച്ചു വരാൻ തീരുമാനിച്ചു. അങ്ങനെ പാർക്കിംഗ് വരെ ഞങ്ങൾ സൈക്കിൾ റിക്ഷയിലാട്ടോ പോയത്. അങ്ങനെ DSFനോട് ബൈ ബൈ പറഞ്ഞ് പോവാട്ടോ. എൻ്റെ ഫേസ് കണ്ടല്ലോ, ഞാൻ ഫുള്ള് ടയേർഡാണ്. അങ്ങനെ നമുക്ക് റിക്ഷയൊക്കെ കിട്ടി. ചോദിക്കുന്ന ചേട്ടനോട് പറഞ്ഞു എവിടെയാണെന്നൊക്കെ ചോദിച്ചു. നമ്മളിങ്ങനെ ബൈ ബൈ പറഞ്ഞ് പോവാണ്. എന്തായാലും കിടിലനായിരുന്നു കേട്ടോ. ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ നമ്മൾ എന്തായാലും നേരത്തെ ദുബായിലെത്തും. ഈ പ്രാവശ്യം നമ്മൾ കുറേ ലേറ്റായിട്ടാണ് എത്തിയത്. അതുപോലെ റൈഡിൽ നമുക്ക് ടൈം അവിടെ പോവുകയും ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി കരുതി നമ്മൾ നേരത്തെ നമ്മൾ വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, സീ യു. ഓട്ടോക്കാരൻ